പ്രിയമുള്ളവരെ, നമസ്കാരം. 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം, ആസിഡുകളും ആൽക്കലികളും, യൂണിറ്റ് 3. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്ന പുളിരുചിയുള്ള വിശേഷ പദാർത്ഥങ്ങളായ ആസിഡുകളെ നാം പരിചയപ്പെട്ടു. ഇനി ആ ആസിഡുകളുടെ ചില പ്രത്യേകതകൾ പരിചയപ്പെടുകയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ. ഓൺലൈൻ ക്ലാസ് 16ന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ നോക്കൂ, നമ്മുടെ കുട്ടി എന്താണ് പറയുന്നത്? ശക്തിയേറിയ ആസിഡുകൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഈ പത്രവാർത്തകളൊന്ന് വായിച്ചാട്ടെ. കുട്ടി പറയുന്നുണ്ടല്ലേ, നിങ്ങളും പത്രവാർത്തകൾ വായിച്ചോളൂ. ആസിഡ് അറ്റാക്ക്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് നേരെ ആസിഡ് ആക്രമണം, ഭർത്താവ് കസ്റ്റഡിയിൽ. ശരീരത്തിലും പൊള്ളലേറ്റ യുവതിയെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. ആസിഡ് ആക്രമണം മൂലം ശരീരത്തിൽ പൊള്ളലേറ്റ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാമ്പാക്കുടിയിൽ അമ്മക്കും മകൾക്കും നേരെ ആസിഡ് ആക്രമണം. ആസിഡ് വീണ് കുട്ടികളിൽ ഒരാളുടെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആസിഡ് പോലുള്ള രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും അല്ലെ, ആസിഡ് ദേഹത്ത് വീണ് പൊള്ളലേൽക്കുകയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള പത്രവാർത്തകളാണ് നാം ഈ കാണുന്നത്. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? നോക്കൂ, ഇതുപോലെ രാസവസ്തുക്കൾ രുചിച്ചു നോക്കാൻ പാടുണ്ടോ? ഇല്ല, അവ രുചിച്ചു നോക്കരുത്. ഈ പാത്രത്തിലെ രാസവസ്തുവാണ്. കുട്ടി അതൊരു വയറിന്റെ കഷ്ണം ഉപയോഗിച്ച് തൊടാൻ ശ്രമിക്കുകയാണ് അല്ലെ. ഈ ചിഹ്നങ്ങൾ എന്താ കാണിക്കുന്നത്? രാസവസ്തുക്കളിൽ തൊടരുത് എന്നാണ് അല്ലെ. രാസവസ്തുക്കളെ നേരിട്ട് സ്പർശിക്കരുത്. ശക്തി കൂടിയ, വീര്യം കൂടിയ രാസവസ്തുക്കൾ ഉണ്ടാവും, അവയെ സ്പർശിക്കാൻ പാടില്ല. നമുക്ക് പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾ ഒക്കെ അത് ഉണ്ടാക്കും. നോക്കൂ, രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം എന്താണ് കയ്യിൽ ധരിക്കേണ്ടത്? ഇതുപോലുള്ള കൈയുറകൾ ധരിച്ചാൽ അല്ലെ, അവ ദേഹത്ത് പുരളുന്നത് ഒഴിവാക്കാൻ ഇടയാക്കും. അങ്ങനെ നമുക്ക് ശരീരത്തെ സംരക്ഷിക്കാം. കയ്യുറകൾ ധരിക്കുക. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം കയ്യുറകൾ ധരിക്കേണ്ടതുണ്ട്. ഈ സംവിധാനത്തിന് നമ്മുടെ സ്പാറ്റുല എന്നാണ് പറയുക. ഒരറ്റം ഒരു സ്പൂൺ പോലെയാണ്, മറ്റേ അറ്റം ഒരു ഉളി പോലെ അല്ലേ. നമ്മള് ലാബില്, പരീക്ഷണശാലയിൽ ഒരുപാട് രാസവസ്തുക്കൾ, പൊടി രൂപത്തിലുള്ള, പരൽ രൂപത്തിലുള്ള ഒരുപാട് രാസവസ്തുക്കളുണ്ട് അല്ലേ. അവയെല്ലാം കട്ട പിടിച്ചിരിക്കും. അത് ആദ്യം നന്നായി ഇളക്കി, അങ്ങനെ നന്നായി ഇളക്കുന്നതിന് വേണ്ടി ഈ മുകളി പോലെയുള്ള ഈ ഭാഗം ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം അത് കോരിയെടുക്കുന്നതിന് ഈ സ്പൂൺ പോലെയുള്ള ഭാഗം ഉപയോഗപ്പെടുത്താം അല്ലെ. ഈ സംവിധാനത്തിന് സ്പാറ്റുല എന്നാണ് പറയുക. ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ സഹായിക്കും. സ്പർശിക്കാതെ കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കും അല്ലേ. മാത്രമല്ല, ഇവ രാസവസ്തുക്കൾ നന്നായി ഇളക്കാനും സഹായിക്കും. അതാ കണ്ട സ്പൂണിൽ കോരിയെടുക്കുന്നത്. അവ രാസവസ്തുക്കൾ ഇളക്കാനും പുറത്തെടുക്കാനും സ്പാറ്റുല ഉപയോഗിക്കുക. രാസവസ്തുക്കളിൽ അധികവും നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ അവ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അവ നമ്മുടെ കാഴ്ചയെയും അതുപോലെ തൊലിയെയൊക്കെ ബാധിക്കുന്നതാണ്. ശരി, ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ നിരവധി പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് ടെസ്റ്റ് ട്യൂബ് കയ്യിൽ പിടിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, ഈ കാണുന്നതാണ് ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഉപയോഗിച്ച് പിടിക്കുന്നതാണ് നല്ലത്. നോക്കൂ, ഇതുപോലെ രാസവസ്തുക്കള് മണത്ത് നോക്കാൻ പാടുണ്ടോ? നമ്മുടെ വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മണത്ത് നോക്കാറുണ്ട്, മണം നമുക്ക് അറിയാറുണ്ട്. പക്ഷെ ഇതുപോലെ രാസവസ്തുക്കൾ മണത്ത് നോക്കാൻ കഴിയും? ചിലപ്പം വിഷമയമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാവും അല്ലേ. അവയൊക്കെ മണക്കുന്നതോടെ നമ്മുടെ ബോധം പോകാനും നമുക്ക് കാര്യമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാനും ഇടയുണ്ട് അല്ലേ. അതുകൊണ്ട് രാസവസ്തുക്കൾ ഒരിക്കലും മണത്ത് നോക്കരുത്. ഇനി രാസവസ്തുക്കള് വിഷമയമാവാം. അവ ഉള്ളിലേക്ക് എത്തിയാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കണം. അതുപോലെ
കണ്ണിനെ ബാധിക്കാതിരിക്കാണ് അത്തരത്തിലുള്ള കണ്ണടകളും ധരിക്കണം, അല്ലേ? അപ്പോൾ കണ്ണടയും അതുപോലെ മാസ്കും ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മുഖത്തെ രാസവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ അത് സഹായിക്കും. നോക്കൂ, ഒരു കുപ്പിയിൽ നിന്ന് ശക്തിയേറിയിട്ടുള്ള രാസവസ്തു നമുക്ക് മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യണം, മറ്റൊരിടത്തേക്ക് എത്തിക്കണം, അല്ലേ? അപ്പൊ നമ്മൾ നേരെ കുപ്പി കൊണ്ട് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് കുപ്പി ചെരിച്ചൊഴിക്കുമ്പോൾ അത് നമ്മുടെ ദേഹത്ത് തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്, അല്ലേ? അതിന് പകരം ഇത്തരത്തിലുള്ള ഡ്രോപ്പറുകൾ ഉപയോഗിച്ചാൽ അത് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാണ്, ഒരു കുപ്പിയിൽ നിന്ന് വേറൊരു കുപ്പിയിലേക്ക് എത്തിക്കാണ്, ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എത്തിക്കാൻ കഴിയുമല്ലോ, അല്ലേ? അപ്പോൾ കുപ്പിയിൽ നിന്ന് രാസവസ്തുക്കൾ എടുക്കുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിക്കുക എന്നുള്ളത് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊരു ടോയ്ലറ്റ് ടവലാണ്. ഇനി ഇതിലേക്ക് ശക്തിയേറിയ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ആയിക്കോളൂ. ടോയ്ലറ്റ് ടവൽ ഉണ്ടാകുന്ന മാറ്റം കണ്ടാവും. ഈ ആസിഡ് നമ്മുടെ ദേഹത്തേക്ക് വിടാലോ, നമ്മുടെ ശരീരഭാഗങ്ങൾ ആകെ നശിച്ചു പോവില്ലേ? രാസവസ്തുക്കള് ശരീരത്തിൽ വീഴാതെ നോക്കുക. ശക്തി കൂടിയ അപകടമുണ്ടാക്കുന്ന രാസവസ്തുക്കള് ശരീരത്തിൽ വീഴാതെ നോക്കണം നമ്മൾ. ഇനി ഇതാ ഈ ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണ്. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. അതിന്റെ സ്ലോ മോഷൻ കാണൂ. ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത്രയും ചൂടുണ്ടാകുന്നതല്ലേ അർത്ഥം. ആസിഡ് ദേഹത്ത് വീണാൽ പൊള്ളലേൽക്കും, അത്രയൊക്കെ ചൂടുണ്ട്. ആസിഡിന്റെ ജലവുമായിട്ടുള്ള പ്രവർത്തനം ധാരാളം താപം ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് ഒരിക്കലും ആസിഡിലേക്ക് നാം വെള്ളം ഒഴിക്കാൻ പാടില്ല. ശക്തിയുള്ള ആസിഡിലേക്ക് ഒരിക്കലും ജലം ഒഴിക്കരുത്. ആസിഡ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ധാരാളം താപം ഉണ്ടാകുന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി ആസിഡിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ശക്തിയേറിയ ആസിഡ് നേർപ്പിക്കുക? അതിന് നമ്മൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്ത് അതിലേക്ക് സാവധാനം ശ്രദ്ധയോടെ ആസിഡ് ഒഴിക്കുക. ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് തുള്ളി തുള്ളിയായിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇവിടെ തന്നെ ചൂടുണ്ടാകുന്നത് കണ്ടോ? ഒരിക്കലും ആസിഡിലേക്ക് വെള്ളം ഒഴിക്കരുത്. വെള്ളത്തിലേക്ക് സാവധാനം ആസിഡ് ഒഴിക്കുകയാണ് വേണ്ടത്. ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിലെ ജലത്തിലേക്ക് ആസിഡ് അല്പമെടുത്ത് സാവധാനം ചേർത്തിളക്കുക. ഇനി രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒരിക്കൽ കൂടി ഇവയെല്ലാം വായിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് കുറിക്കൂ. ഇനി കൂട്ടുകാര് നിരവധി വാതകങ്ങളുടെ പേരുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണവ? നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ള ചില വാതകങ്ങൾ ഏതൊക്കെയാണ്? നാം ശ്വസിക്കുന്ന വായുവിൽ തന്നെ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു ഘടകമുണ്ടല്ലോ. ഏതാണത്? ഓക്സിജൻ ആണല്ലേ. ഇനി നാം പുറത്തേക്ക് വിടുന്നതോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ജലത്തിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനും ഓക്സിജനും ജലത്തിലുണ്ട്, അല്ലേ? ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ഹൈഡ്രജൻ, ഈ വാതകങ്ങളുടെ ചില പ്രത്യേകതകൾ പരിചയപ്പെടാൻ നമുക്ക്. ഇവ നമ്മൾ പരിചയപ്പെടുന്നത് പിന്നീട് നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ വാതകം ഉണ്ടാകുമ്പോൾ ആ വാതകങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഈ 3 വാതകങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇവ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോളൂ, ഇവിടെ ഈ മരക്കഷ്ണങ്ങൾ കത്തുന്നുണ്ട്, അല്ലേ? ഇവിടെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. നമ്മളെ മെഴുകുതിരി ഉപയോഗിച്ച് ഗ്ലാസ് മൂടി വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം നമ്മൾ ഓർക്കുന്നില്ലേ? നോക്കൂ, മെഴുകുതിരി ചോരകളെല്ലാം അടഞ്ഞു പോകുന്നത് കാണുന്നില്ലേ? ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് അവ അടഞ്ഞു പോകുന്നത്, അല്ലേ? അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. കത്തുന്ന തീയിലേക്ക് ഓക്സിജൻ എത്തിച്ചു കഴിഞ്ഞാൽ അത് ആളിക്കത്തും.
നോക്കൂ, മെഴുകുതിരിക്ക് മുകളിലേക്ക് ഗ്ലാസ് വെക്കുന്നു. അല്പസമയം കഴിഞ്ഞാൽ മെഴുകുതിരി അടഞ്ഞു പോകുന്നത് കണ്ടോ? വലുപ്പത്തിനനുസരിച്ച് അടയുന്നതിനുള്ള വ്യത്യാസം നിങ്ങൾ നിരീക്ഷിച്ചില്ലേ? കാർബൺ ഡൈ ഓക്സിജൻ എല്ലാം ഉപയോഗിച്ച് തീരുന്നു. അങ്ങനെയാണ് അവ അടഞ്ഞു പോകുന്നത്. പകരം ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് ഉണ്ടാവുക. കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് മെഴുകുതിരി ജ്വാല അടയുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ആ കറുത്ത പുക കണ്ടില്ലേ? ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ഗ്ലാസ് കത്തുന്ന മെഴുകുതിരിക്ക് നേരെ പിടിച്ചാൽ എന്താ സംഭവിക്കുക? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കത്തിക്കൊണ്ടിരിക്കുന്ന തീ ജ്വാലക്ക് മുകളിൽ അല്ലെങ്കിൽ മെഴുകുതിരി ജ്വാലക്ക് മുകളിൽ പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. നേരത്തെ ഈ കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി അണഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ മെഴുകുതിരികളിലെ മുകളിൽ വെച്ചു അതെന്ത് സംഭവിക്കുന്നു? അണഞ്ഞു പോവുകയാണ് അല്ലേ? അപ്പോൾ തീ കെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് തീയുടെ നേരെ വന്നാൽ അവ തീ കെടുത്തും. ഇനി ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഹൈഡ്രജൻ വാതകമാണ്. ഹൈഡ്രജൻ വാതകത്തിനടുത്തേക്ക് തീ കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത്? അതൊരു പൊട്ടൽ ശബ്ദത്തോടു കൂടി കത്തുന്ന കണ്ടോ? എളുപ്പം കത്തുന്ന പൊട്ടൽ ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അല്ലെ? ഹൈഡ്രജന്റെ സാന്നിധ്യം തിരിച്ചറിയാന് നമ്മളൊരു തീജ്വാല അടുത്ത് പിടിച്ചാൽ മതി. അത് എളുപ്പം കത്തും. അതുപോലെ ഒരു പൊട്ടൽ ശബ്ദം ഉണ്ടാവുകയും ചെയ്യും. എളുപ്പം തീ കത്തിപ്പിടിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ അല്ലെ? പൊട്ടൽ ശബ്ദത്തോട് എളുപ്പം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ 3 വാതകങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഒരിക്കൽ കൂടി അവ വായിച്ചു നോക്കൂ. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന പ്രവർത്തനം ഒന്ന് വായിച്ചു നോക്കൂ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? അച്ചാറുകളാണ് അല്ലെ? അച്ചാറുകളാണ്. നാം അച്ചാറുകൾ കുപ്പി കൊണ്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങളിലാണ് സൂക്ഷിക്കാറുള്ളത്. അല്ലെങ്കിൽ മൺപാത്രങ്ങളിലോ ഈ കാണുന്ന തരത്തിലുള്ള ഭരണികളിലോ ആണ് സൂക്ഷിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ലോഹപാത്രങ്ങളെക്കാളും ഗ്ലാസ് ഭരണികളോ അല്ലെങ്കിൽ മൺപാത്രങ്ങളോ അച്ചാറുകൾ സൂക്ഷിക്കാൻ ഉത്തമമാണെന്ന് പറയുന്നതിന് കാരണം എന്താണ്? അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങളെക്കാൾ നല്ലത് ഗ്ലാസ് ഭരണികളോ മൺപാത്രങ്ങളോ ആണ് എന്ന് പറയാറുണ്ട്. എന്താണ് അതിന് കാരണം? നോക്കൂ, അച്ചാറില് പുളിരുചി ഉണ്ട് അല്ലേ? പുളിരുചി ഉണ്ടെങ്കിൽ അവിടെ ഏത് ഗുണമുള്ള പദാർത്ഥമുണ്ട്? ആസിഡ് ഉണ്ട്. അച്ചാറിന് പുളിരുചിയുണ്ട്, അതില് ആസിഡ് ഉണ്ട്. അതിലെ ആസിഡ് ഈ ലോഹവുമായി പ്രവർത്തിക്കുമോ? പ്രവർത്തിച്ചാൽ തന്നെ എന്താ സംഭവിക്കുക? നമുക്കറിയണ്ടേ, ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമോ? അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കില്ലേ അച്ചാറ് ലോഹപാത്രങ്ങളിൽ എടുക്കാത്തത്? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയണ്ടേ? ഒരു പരീക്ഷണം ചെയ്യാം. നമുക്ക് പരീക്ഷണം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണ്ടി വരും? ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നറിയാൻ നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ഈ പരീക്ഷണം ചെയ്യുന്നതിന് എന്തെല്ലാം വേണ്ടി വരും? പരീക്ഷണശാലയിൽ നിന്ന് ആസിഡ് വേണ്ടി വരും. ശക്തി കൂടിയ ആസിഡ് ശ്രദ്ധയോടെ വെള്ളം ഉപയോഗിച്ച് നേർപ്പിക്കണം. ഒരു ലോഹം വേണ്ടി വരില്ലേ? ആസിഡായി നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. ലോഹമായി സിങ്കും എടുക്കാം. പരീക്ഷണം ചെയ്യുന്നതിന് ഇവ രണ്ടും മതിയോ? ഉപകരണങ്ങളും മറ്റും വേണ്ടേ? നോക്കൂ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, അത് നേർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടത് ഈ കാണുന്ന തരത്തിലുള്ള പാത്രത്തെ നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് എന്നാണ് വിളിക്കുക അല്ലെ? കോണിക്കൽ ഫ്ലാസ്ക്. കോണിക്കൽ ഫ്ലാസ്കിലാണ് നമ്മൾ പരീക്ഷണം ചെയ്യുന്നത്. ഇനി ലോഹമായിട്ട് സിങ്ക് എടുക്കുക. സിങ്ക് എന്ന ലോഹമാണ്. ഇനി ഒരു ടെസ്റ്റ് ട്യൂബിന്റെയും ഉണ്ടാകുന്ന വാതകം ശേഖരിക്കാൻ ടെസ്റ്റ് ട്യൂബ് വേണം അല്ലേ? നോക്കൂ, ഇനി ഉണ്ടാകുന്ന വാതകം നമ്മളൊരു തീപ്പെട്ടിക്കമ്പ് കത്തിച്ചിട്ട് പ്രത്യേകത കാണുക. തീ കത്തുന്ന വാതകമാണ്, തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ്, എളുപ്പവും പൊട്ടൽ ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകമാണെന്ന് അറിയണ്ടേ? അതിനൊരു തീപ്പെട്ടിയും കമ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ വാതകം ടെസ്റ്റ് ട്യൂബിലേക്ക് ശേഖരിക്കാൻ ഒരു ഫണലും എടുത്തിട്ടുണ്ട്. ഫണൽ, തട്ട അല്ലെങ്കിൽ ചേർപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പരീക്ഷണം കണ്ടാലോ? പരീക്ഷണം കണ്ടോളൂ. കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഏതാനും സിങ്ക് കഷ്ണങ്ങൾ ഇട്ട് വെക്കുക. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്
നമ്മുടെ സിങ്ക് എടുത്തിട്ടുള്ള കോണിക്കൽ ഫ്ലാസ്കിലേക്ക് സാവധാനം ഒഴിക്കണം. കോണിക്കൽ ഫ്ലാസ്കിന് മുകളിലായി ഫണൽ കമഴ്ത്തി വെക്കുക. ഫണലിന് മുകളിലായി ഒരു ടെസ്റ്റ് ട്യൂബ് തലകീഴായി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് സാവധാനം ഒഴിക്കുക. കോണിക്കൽ ഫ്ലാസ്ക് നന്നായി ഇളക്കുക. കോണിക്കൽ ഫ്ലാസ്കിന് മുകളിൽ ഫണൽ വെക്കുക. ഫണലിന്റെ കുഴൽ ഭാഗം ടെസ്റ്റ് ട്യൂബിനുള്ളിലേക്ക് കടത്തി വെക്കുക. കോണിക്കൽ ഫ്ലാസ്ക് ഇളക്കുക. നോക്കൂ, സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ധാരാളം കുമിളകൾ ഉണ്ടാകുന്നത് കാണുന്നില്ലേ? ഈ ഉയർന്നു വരുന്ന വായു കുമിളകൾ ഏതോ ഒരു വാതകത്തിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ആ വാതകം ഫണലിലൂടെ മൂടൽ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് അതിനടിയിലേക്ക് ഒരു കത്തുന്ന കമ്പ് കാണിച്ച് അതേത് വാതകമാണെന്ന് പരിശോധിക്കാം. ഇവിടെ ഉണ്ടാകുന്ന വാതകം ഒരു പൊട്ടൽ ശബ്ദത്തോടു കൂടി കത്തുന്നുണ്ട്. കത്തുന്ന വാതകമാണ്. അത് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലായല്ലോ. ഹൈഡ്രജൻ വാതകത്തിന് ഭാരം കുറവാണ്, അതിനാൽ അതിന് മുകളിലോട്ട് വരും. അപ്പോൾ അതിനെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് തലകീഴായി വെച്ചിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് സിങ്ക് കഷ്ണങ്ങൾ ഇടുകയാണ്. കുമിളകൾ ഉയർന്നു വരുന്നത് കാണുന്നില്ലേ? ഇത് ഹൈഡ്രജൻ വാതകമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് മഗ്നീഷ്യം റിബൺ ഇടുക. അതിശക്തമായി വാതക കുമിളകൾ ഉണ്ടാകുന്നത് കാണുന്നില്ലേ? ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്തേക്ക് ഒരു കത്തുന്ന കമ്പ് വെക്കുക. സ്ഫോടന ശബ്ദത്തോടു കൂടി കത്തുന്ന കാണുന്നില്ലേ? ഹൈഡ്രജൻ വാതകത്തിന് ഭാരം കുറവായതിനാൽ അത് മുകളിലേക്ക് ഉയരുന്നു. തീ അടുത്ത് വരുമ്പോൾ അത് ആളിക്കത്തുന്നു. പരീക്ഷണം കണ്ടല്ലോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വാതകം ഏതാണ്? ഏതാ? ഹൈഡ്രജൻ ആണല്ലേ. സൾഫ്യൂരിക് ആസിഡ് മഗ്നീഷ്യം എന്ന ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അതും ഹൈഡ്രജൻ തന്നെയാണല്ലേ. നമ്മുടെ കണ്ടെത്തൽ എന്താണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യവും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുമെന്ന് മനസ്സിലായല്ലോ. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്ന വാതകമാണ്. നോക്കൂ, നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ആസിഡ് എടുത്തു. അതിലേക്ക് മഗ്നീഷ്യം മഗ്നീഷ്യം റിബണിന്റെ ചില കഷ്ണങ്ങൾ ഇട്ടു. മഗ്നീഷ്യം കുറെ കാലം വെച്ചാൽ അതിന്റെ മുകൾ ഭാഗത്ത് വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഒരു ചാര നിറത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാവും. അത് നമ്മളത് പരീക്ഷണം ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് നന്നായി ഇരുവശവും നന്നായി ഉരസി വൃത്തിയാക്കണം, തിളക്കമുള്ളതാക്കണം. എന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇട്ടു. അങ്ങനെ ടെസ്റ്റ് ട്യൂബിലെ ആസിഡിലുമായിട്ട് പ്രവർത്തിച്ച് കുമിളകൾ ഉണ്ടാകുന്നുണ്ടോ? ആസിഡ് ഈ മഗ്നീഷ്യ റിബണുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കുമിള വാതകമാണ്, അതായത് ഹൈഡ്രജൻ ആണ്. ഇനി ആസിഡ് മഗ്നീഷ്യമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്നതിൽ നിന്ന് അവിടെ മറ്റ് രാസവസ്തുക്കൾ രൂപം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ മറ്റ് രാസവസ്തുക്കൾ അവിടെ രൂപം കൊള്ളുന്നുണ്ട്. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ മറ്റ് രാസവസ്തുക്കളും രൂപം കൊള്ളുന്നുണ്ട്. ആ ലോഹത്തിന് നാശം സംഭവിക്കുന്നുണ്ട്. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. കൂടാതെ മറ്റ് രാസവസ്തുക്കളും ഉണ്ടാകുന്നു. ആസിഡ് ലോഹത്തെ നശിപ്പിക്കുന്നു. ഇനി ഹൈഡ്രജൻ എന്ന വാതകത്തിന് ഭാരം കുറവാണ്. നോക്കൂ, ഈ ബലൂൺ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബീച്ചിലും അതുപോലെ ഉത്സവ പറമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള ബലൂണുകൾ ആ വായുവിൽ പറന്നു നടക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അവ അങ്ങനെ പറന്നു നടക്കുന്നത്? അതിനകത്ത് ഒരു പ്രത്യേക വാതകം നിറച്ചിട്ടുണ്ടോ? നമ്മൾ ഇതുപോലെ ബലൂണിൽ വായു നിറച്ച് കെട്ടിയിട്ട് നമ്മള് വായുവിൽ വിടാറുണ്ട്. ഇതുപോലെ പൊങ്ങാറുണ്ടോ? ഇല്ല. ഇതിനകത്ത് നിറച്ചിട്ടുള്ളത് ഹൈഡ്രജൻ വാതകമാണ്. ഹൈഡ്രജൻ വാതകം നിറക്കുമ്പോൾ അതെങ്ങനെയാ പോകുന്നത്? നേരത്തെ ചെയ്ത പരീക്ഷണങ്ങളിലൊക്കെ ഹൈഡ്രജൻ വാതകം ഭാരം കുറവായതുകൊണ്ട് മുകളിലേക്ക് ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹൈഡ്രജൻ വാതകത്തിന് ഭാരം കുറവാണ്, അതിനാൽ അവ മുകളിലേക്ക് ഉയരുന്നു. അതുകൊണ്ടാണ് ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത്.
എന്തൊരു രസമാണ് ഹൈഡ്രജൻ ബലൂണുകൾ മുകളിൽ ഉയർന്നു പൊങ്ങുന്നത് അല്ലേ? നോക്കൂ, ഹൈഡ്രജൻ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ ഹൈഡ്രജൻ എന്ന വാതകത്തെ ആദ്യമായി കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി ഹൈഡ്രജൻ എന്ന വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ എന്ന ശാസ്ത്രജ്ഞനാണ്. ലാവോസിയർ. ഇനി ഹെൻറി കാവൻഡിഷിനെ കുറിച്ചും ഹൈഡ്രജൻ വാതകവുമായി ബന്ധപ്പെട്ട ഈ കുറിപ്പൊന്ന് വായിച്ചു നോക്കൂ. എന്താണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഈ കുറിപ്പ് നിങ്ങൾ വായിക്കുക. ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഏതോ ഒരു ചോദ്യത്തിന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ പരീക്ഷണം ചെയ്തതും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതും. അച്ചാറിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് അല്ലേ? അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങളെക്കാൾ നല്ലത് ഗ്ലാസ് ഭരണികളോ മൺപാത്രങ്ങളോ ആണ് എന്ന് പറയാറുണ്ട്. എന്താ അതിന് കാരണം? അച്ചാറിന് പുളിരുചി ഉണ്ടല്ലേ? ആ പുളിരുചിയുള്ള വസ്തുക്കളിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? ആസിഡാണ് പുളിരുചി നൽകുന്നത്. ആസിഡ് ഈ ലോഹപാത്രവുമായി പ്രവർത്തിച്ചാൽ എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. ഹൈഡ്രജൻ വാതകം മാത്രമാണ് ഉണ്ടാവുന്നത്. അവിടെ മറ്റ് രാസപദാർത്ഥങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാകും. ആ പാത്രം നശിക്കാൻ ഇടവരികയും ചെയ്യും അല്ലേ? ഈ രാസവസ്തുക്കള് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കുമോ? അല്ല, അവ നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ്. അതുകൊണ്ടാണ് അച്ചാർ പോലെയുള്ള പുളിയുള്ള വസ്തുക്കള് നമ്മുടെ ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കാത്തത് അല്ലേ? നോക്കൂ, അച്ചാറിൽ ആസിഡ് ഉണ്ട്. ആസിഡ് ലോഹപാത്രവുമായി പ്രവർത്തിക്കും. ലോഹങ്ങളും ആസിഡുകളും പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അതോടൊപ്പം മറ്റു പദാർത്ഥങ്ങളും ഉണ്ടാകും. ഇവ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ടാണ് അച്ചാറുകൾ പോലെ ആസിഡ് അടങ്ങിയ വസ്തുക്കള് ലോഹപാത്രത്തിൽ സൂക്ഷിക്കാത്തത്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? നോക്കൂ, ഇവിടെ അലുമിനിയം പാത്രമുണ്ട്, അതുപോലെ സ്റ്റീൽ പാത്രമുണ്ട്. അച്ചാറ് പോലെയുള്ള പുളിരുചിയുള്ള ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ ഉത്തമം ഏത് പാത്രത്തിലാണ്? സ്റ്റീൽ പാത്രത്തിലാണ്. അലുമിനിയം പാത്രങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റീൽ പാത്രങ്ങൾ അത്ര വേഗത്തിൽ ആസിഡുമായി പ്രവർത്തിക്കാറില്ല. അപ്പോൾ അലുമിനിയം പാത്രത്തെക്കാളും ആസിഡ് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ നല്ലത് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനം 1 വായിച്ചു നോക്കൂ. വീട്ടിൽ നാരങ്ങ അച്ചാർ വെച്ചിരുന്നത് ഒരു കുപ്പിയിലായിരുന്നു. പരീക്ഷണത്തിന് കുപ്പി ആവശ്യമായി വന്നപ്പോൾ ഞാൻ അച്ചാർ ഒരു അലുമിനിയം പാത്രത്തിലേക്ക് മാറ്റി. അനുമോദ് പറയുകയാണ്. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അച്ചാർ കുപ്പിയിലേക്ക് മാറ്റി. അലുമിനിയം പാത്രം കഴുകിയപ്പോൾ പാത്രത്തിൽ നിറയെ കറുത്ത കുത്തുകൾ. അനുമോദിന്റെ ഈ അനുഭവത്തിന് കാരണം എന്തായിരിക്കും? നിങ്ങൾ എഴുതിക്കോളൂ. ആസിഡ് അലുമിനിയം പാത്രമായി പ്രവർത്തിച്ചോ? അവിടെ പുതിയ വസ്തുക്കൾ ഉണ്ടായോ? അതിന്റെ പാടുകളാണോ ഈ കറുത്ത കുത്തുകൾ? അലുമിനിയം പാത്രത്തിന് അല്പം നാശം സംഭവിച്ചോ? നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് എഴുതുക. ഇനി പ്രവർത്തനം 2. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മള് വിവിധ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് അതിന്റെ പരീക്ഷണത്തിന്റെ വീഡിയോ കണ്ടതാണല്ലോ. ഇനി അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന്റെ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി അയക്കുക. ഏതെങ്കിലും ഒരു ആസിഡും ഒരു ലോഹവുമായി പ്രവർത്തിക്കുന്നതിന്റെ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി അയക്കുക. പ്രവർത്തനം 3. എന്താ പട്ടികയിൽ ഒരുപാട് ആസിഡ് കാണുന്നില്ലേ? ചിലവ ആഹാര പദാർത്ഥങ്ങളിൽ കാണുന്ന ആസിഡുകളാണ്, ചിലവ നമ്മുടെ പരീക്ഷണശാലയിലെ ആസിഡുകളാണ് അല്ലേ? വേറെ ശക്തി കൂടിയവയുണ്ട്, ശക്തി കുറഞ്ഞവയുണ്ട് അല്ലേ? മാത്രമല്ല ഇത്തരത്തിലുള്ള ആസിഡുകൾക്ക് പല പേരുകളുണ്ട്. 2 പേരുകൾ നമ്മൾ പരിചയപ്പെട്ടു. ആഹാര പദാർത്ഥത്തിൽ ആസിഡുകൾക്ക് ഒരു പേര് പറയുന്നുണ്ട്. അതുപോലെ പരീക്ഷണശാലയിൽ കാണുന്ന ശക്തി കൂടിയ ആസിഡുകളെ നാം ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ ഈ ആസിഡുകൾ തരംതിരിക്കുക, ഉചിതമായ തലക്കെട്ട് നൽകി തരംതിരിക്കുക. ആഹാര പദാർത്ഥത്തിൽ കാണുന്ന ആസിഡാണ്, അതൊക്കെ പേര് വിളിക്കും. അതുപോലെ പരീക്ഷണശാലയിൽ കാണുന്ന ശക്തി കൂടിയ ആസിഡിന് വേറൊരു പേരാണ് വിളിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ തലക്കെട്ട് നൽകിയിട്ട് ഈ ആസിഡുകളെ തരംതിരിക്കുക. ഈ പ്രവർത്തനം 4. നമുക്കൊരു ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കണം. സാധിക്കുമോ?
നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും ആലോചിക്കുക. അപ്പൊ ആസിഡ് വേണം, ലോഹം വേണം, അല്ലേ? തൽക്കാലം സിങ്കോ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡോ ഉപയോഗിച്ച് ഒരു ഹൈഡ്രജൻ ബലൂൺ നിർമ്മിക്കുന്നതിന്റെ ഒരു നിർമ്മാണ കുറിപ്പ് നിങ്ങൾ എഴുതും. അതിനുവേണ്ടി ഒരു കുപ്പി എടുക്കാം, ഒരു ഗ്ലാസിന്റെ കുപ്പി എടുക്കാം. ബാക്കി നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ വിനാഗിരി എടുക്കുക, ഒരു ഗ്ലാസ് കുപ്പി എടുക്കുക, വെള്ളം എടുക്കുക. ഇനി നമ്മൾ ആഹാരമൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന സിൽവർ ഫോയിൽ ഇല്ലേ, സിൽവർ ഫോയിൽ, ആ സിൽവർ കഷ്ണങ്ങളാക്കി എടുക്കുക. ഒരു മിഠായി പൊതി പോലെ സിൽവർ പൊതിഞ്ഞാലും മതി. ചെറിയ കല്ലെടുത്തിട്ട് മിഠായി പൊതി പോലെ സിൽവർ കല്ല് പൊതിയുക. എന്നിട്ട് കുപ്പിക്കകത്തേക്ക് ഇടുക. അതിനകത്തേക്ക് വിനാഗിരി നിറക്കുക. മുകൾ ഭാഗത്ത് ബലൂൺ വെക്കുക. കുപ്പി നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഹൈഡ്രജൻ ശേഖരിക്കപ്പെടും. ബലൂൺ നന്നായി വീർത്ത് വരുന്നത് വരെ കാത്തു നിൽക്കുക. എന്നിട്ട് കയറ് കെട്ടി ബലൂണ് വായിൽ ഉയർന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മൾ ഹോട്ടലുകളൊക്കെ കറിയും മറ്റൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന സിൽവർ ഫോയിൽ ഇല്ലേ, സിൽവർ പാക്കറ്റ്, സിൽവർ കളറുള്ള ഒരു പാക്കറ്റ് ഇല്ലേ, അതാണ് കേട്ടോ. ശരി, ഇനി പ്രവർത്തനം 5ലേക്ക് കിടക്കാം. മോര് കറി ഉണ്ടാക്കിയിട്ടുള്ളത് മൺപാത്രത്തിലാണ്, അല്ലേ? പരീക്ഷണശാലയിലെ ആസിഡ് സൂക്ഷിച്ചിട്ടുള്ളത് ഗ്ലാസിന്റെ കുപ്പിയിലാണല്ലോ. അതിന്റെ മൂടിയും ഗ്ലാസ് കൊണ്ടാണ്, അല്ലേ? ചോദ്യം നോക്കൂ, മോര് കറി ഉണ്ടാക്കുമ്പോൾ മൺപാത്രമാണ് അലുമിനിയം പാത്രത്തെക്കാൾ നല്ലതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഏതാമല്ലോ. പരീക്ഷണശാലയിൽ ആസിഡ് സൂക്ഷിക്കുന്ന കുപ്പിയിൽ അടപ്പ് നോക്കൂ. ഇതിനായി ലോഹപാത്രങ്ങളും അതുപോലെ ലോഹ അടപ്പുകളും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ പരീക്ഷണശാലയിൽ ആസിഡ് സൂക്ഷിക്കാതെ ലോഹത്തിന്റെ പാത്രവും അതുപോലെ ഗ്ലാസിന്റെ കുപ്പിയിൽ ലോഹ അടപ്പും ഒന്നും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രവർത്തനം 6. ഈ 2 ബീക്കറുകളിൽ ഒന്ന് ആസിഡാണ്. അത് മണത്ത് നോക്കാനാവില്ല, രുചിച്ച് നോക്കാനും നമുക്ക് കഴിയില്ല. തിരിച്ചറിയാൻ എന്താണ് മാർഗം? നിങ്ങളൊരു മാർഗം നിർദ്ദേശിക്കുക. 1ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ മാർഗമാണ് നമ്മളിവിടെ അവലംബിക്കേണ്ടത്. ഇനി ഇതാ ഒരു പ്രവർത്തനം 7, ഒരു പരീക്ഷണ സംവിധാനമാണ്. ഇതൊരു ഗ്ലാസ് ജാറാണ്. ആ ഗ്ലാസ് ജാറിന് മുകളിൽ നല്ല ഒരു അടപ്പുണ്ട്. ആ അടപ്പിൽ ഈ 2 പൈപ്പുകൾ കടന്നു പോകുന്ന രീതിയിലൊരു കിഴുത്തയിട്ടു. എന്നിട്ട് ഈ ഫണല് ഈ അടപ്പിനുള്ളിലൂടെ ഈ കുപ്പിയിലേക്ക് കടത്തി അതുപോലെ ഈ വളഞ്ഞ കുഴലും കുപ്പിക്കകത്തേക്ക് കയറ്റി ഇത് അതിനകത്തുനിന്ന് ഉള്ളിലേക്കോ പുറത്തേക്കോ വായു കടക്കാത്ത വിധം അതിനെ കുപ്പി കൊണ്ട് അടച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കുപ്പിക്കകത്ത് മഗ്നീഷ്യത്തിന്റെ കഷ്ണങ്ങളാണ്. ഇനി ഈ വളഞ്ഞ കുഴല് വേറൊരു ലോഹപാത്രത്തിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ലോഹപാത്രത്തിനുള്ളിൽ മെഴുകുതിരിയാണുള്ളത്. ഇനി ഈ ഫണലിന്റെ മുകൾ ഭാഗം ഒരു ഗ്ലാസ് കഷ്ണം കൊണ്ട് മൂടിയിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് പുറത്തുള്ള വായു കയറാതിരിക്കാനാണ്. അതുപോലെ ഉള്ളിൽ നിന്ന് വായു അല്ലെങ്കിൽ വാതകങ്ങൾ പുറത്തോട്ട് പോവാതിരിക്കാനുമാണ്. ശരി, ഇനി നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം. ഈ സംവിധാനം ഉപയോഗിച്ചുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. പരീക്ഷണ സംവിധാനം എല്ലാവരും കണ്ടല്ലോ. ഇനി ആദ്യം ഈ മെഴുകുതിരികൾ കത്തിക്കുക. ഇനി ഫണലിന് മുകളിലെ ഈ ഗ്ലാസ് കഷ്ണം നീക്കുക. എന്നിട്ട് അതിലൂടെ സാവധാനം സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് തിരികെ വെക്കുക. ശരി, ഗ്ലാസ് ജാറിനകത്ത് എന്താണ് സംഭവിക്കുക? മഗ്നീഷ്യം ലോഹത്തിന്റെ കഷ്ണങ്ങളാണ് അവിടെ ഉള്ളത്. അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് വന്ന് പതിച്ചു. ഇനി അവിടെ പ്രവർത്തനം ആരംഭിക്കുമല്ലോ. എന്താണ് അവിടെ സംഭവിക്കുക? ഇനി അല്ലേ, ഇവിടെ വളഞ്ഞ ഗ്ലാസ് കുഴല് ഒരു ലോഹപാത്രവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ മെഴുകുതിരികൾ നമ്മൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ മെഴുകുതിരി ജ്വാലയുടെ ഭാഗത്ത് എന്താണ് സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച്, നേരത്തെ കണ്ട പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് നിങ്ങൾ ഉത്തരം എഴുതുമല്ലോ. ഇനി പ്രവർത്തനം 8. നമ്മുടെ പരീക്ഷണശാലയിൽ വാതകങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അതിന്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഒരു വാതകമുണ്ട്. അതിനകത്തേക്ക് കത്തുന്ന ഒരു തീപ്പെട്ടിക്ക് ഒരു കമ്പ്
അല്ലെ കമ്പ് കൊണ്ടുവരികയാണ്. അത് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് നന്നായി ആളിക്കത്തി. കത്തുന്നത് കൂടി നന്നായി കത്തി. അത് ഏതാണ് വാതകം എന്ന് തിരിച്ചറിയണം. അതാണ് ഇവിടെ പരീക്ഷണം അതുപോലെ വാതകം 2 കളങ്ങളുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. ഇവിടെ നോക്കൂ, രണ്ടാം ചിത്രം നോക്കൂ. ഇവിടെ നമ്മൾ കത്തുന്ന ഒരു തീപ്പെട്ടി കമ്പ് ആ ടെസ്റ്റ് ട്യൂബിനകത്ത് വാതകത്തിന് അടുത്ത് വെച്ചപ്പോൾ അത് സ്ഫോടന ശബ്ദത്തോടുകൂടി കത്തി, ശബ്ദത്തോടുകൂടി ആളിക്കത്തി അല്ലേ. അതുപോലെ ഈ രണ്ടാമത്തെ കളത്തിൽ എഴുതി കണ്ടോ, ശബ്ദത്തോടു കൂടി ആളിക്കത്തി. അങ്ങനെ ശബ്ദത്തോടു കൂടി ആളിക്കത്തുന്ന വാതകം ഏതാണെന്ന് നമുക്ക് അറിയാമല്ലോ. അത് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. ഇനി മൂന്നാമത്തെ കോളം നോക്കൂ, അവിടെ തീ അണഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ തീ അണയുക എന്നുള്ള പ്രവർത്തനമാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ പരീക്ഷണത്തിലൂടെ നടന്നത് എന്താണെന്ന് ഈ ആദ്യത്തെ കോളത്തിൽ എഴുതുക. ഇനി അവിടെ ഉണ്ടായ വാതകം ഏതാണെന്ന് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക കേട്ടോ. ഇവിടെ ഉദാഹരണം 2 കാണിച്ചിട്ടുണ്ട്. ശബ്ദത്തോട് ആളി കത്തുക എന്നുള്ള ഒരു പ്രവർത്തനം നടന്നു, അതിന് നേരെ ഉണ്ടായ വാതകം ഏതാണെന്ന് എഴുതുക. ഇനി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ട് ഇതിലേതിലോ ഒന്നില്. അവിടെ നടന്ന പ്രവർത്തനം എന്താണെന്ന് ഇവിടെ ഈ ഭാഗത്ത് എഴുതുക. ശരി, പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്.